അവിടെ വർധനമുണ്ടാകും. ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അവരുടെ ശുശ്രൂഷകൾ മാറും. ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ ഏത് മേഖലകളിലാണെങ്കിലും ആത്മസാന്നിധ്യം എവിടെ ഒരു വ്യക്തിയുടെ മേൽ വരുന്നോ അവരുടെ വഴികളെ ദൈവം തമ്പുരാൻ മാറ്റും. ഈ മാറ്റപ്പെടുമ്പോൾ ദൈവസന്നിധി നമ്മൾ അറിയണം. ദൈവത്തോട് ദൈവസന്നിധിയിലുള്ള വിശ്വസ്തതയാണ് നമ്മുടെ ഏറ്റവും വലുത്. നമ്മൾ 100 സ്ഥലങ്ങളിലേക്ക് ഓടിയിട്ടോ യേശു പറയുന്ന പോലെ അവിടെ അത്ഭുതം ഇവിടെ അത്ഭുതം എന്ന് പറഞ്ഞ് ഓടുന്നതിലല്ല, ദൈവസന്നിധിയിൽ ദൈവത്തിൽ നമ്മൾ വിശ്വസ്തരായി മാറണം. കർത്താവിൻ്റെ അരികെ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ഉണ്ടാകണം. നമ്മളെപ്പോഴും അറിയേണ്ട ലോകവുമായി വേർപെട്ടവരാണ് നമ്മുടെ ജീവിതം. ലോകത്തിനകത്ത് നമ്മൾ വേർപെട്ടവരെന്ന് പറയുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന ദേശത്തിനകത്ത് നമ്മൾ എന്തായിരിക്കണം? ഒരടയാളമുള്ളവരായി മാറണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വരണം നമ്മൾ എന്തിരിക്കണം? അടയാളമുള്ളവരായി മാറുന്നവരായി മാറണം. ക്രിസ്തുവിൻ്റെ അടയാളമുള്ളവരായി മാറണം. അപ്പോൾ ഈ അടയാളത്തെ പഴയ നിയമത്തിനകത്ത് പറയുന്നുണ്ടോ? പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ സംഹാരകൻ കടന്നു പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സംഹാരകൻ കടന്നു പോകുമ്പോൾ കുറുമടിമേലും കട്ടിളപ്പടിമേലും രക്തത്തിൻ്റെ മുദ്രയുള്ളവർ സംഹാരം കടന്നുപോയി, അവർക്കൊന്നും സംഭവിച്ചില്ല. ഇതുപോലെ തന്നെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവരാണ് നമ്മൾ. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി, നമ്മുടെ ജീവിതത്തിൻ്റെ നടത്തിപ്പ്, നമ്മുടെ ജീവിതത്തിന് ആർക്ക് യോഗ്യമാവണ്ണം വേണം? യേശു കർത്താവിന് യോഗ്യമാവണ്ണം വേണം നമ്മുടെ നടപ്പും നമ്മുടെ എല്ലാ ഇടപാടുകൾക്കകത്ത് വരുവാൻ. അപ്പോൾ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം കാണുമ്പോൾ, യോഹന്നാനെ കാണുന്നു, അവൻ പൗലോസിനെ കാണുമ്പോൾ, അവൻ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, പൗലോസ് നമ്മളെ ക്രിസ്തീയ സഭയിൽ അല്ലെങ്കിൽ ക്രിസ്തീയ കൂട്ടായ്മ പീഡിപ്പിച്ച് നടന്നവനാ, ഇവനെ എങ്ങനെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ടല്ല, നീ അവൻ്റെ അടുത്ത് പോകണം, അവൻ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമ്മ എപ്പോഴും നമ്മൾ അറിയണം, അവൻ പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അമ്മ പ്രാർത്ഥിച്ചു തുടങ്ങുന്നവന് വെളിപ്പാടുകൾ ദൈവം തമ്പുരാൻ കൊടുക്കും. അമ്മ ഇന്ന് അത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ എവിടെയെല്ലാം കൊടുക്കുന്നു. അമ്മ പൗലോസിനെ കാണിക്കുമ്പോൾ തന്നെ പറയുന്നു, പൗലോസ് അമ്മ കർത്താവിനാൽ പിടിക്കപ്പെട്ടവനാകുന്നു. പിടിക്കപ്പെട്ടവൻ അനന്യാസിനോട് അമ്മ യേശു കർത്താവ് സംസാരിച്ചിട്ട് പറഞ്ഞ്, അനന്യാസ് നീ പൗലോസിൻ്റെ അടുത്ത് പോകണം, പൗലോസിൻ്റെ അടുത്ത് പോയി നീ അവൻ്റെ മേൽ കൈവെക്കണം, കരം വെക്കുമ്പോൾ അവൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാൻ പോവുക. പക്ഷേ നീ കരം വെക്കുന്നത് ആര് കണ്ടു കഴിഞ്ഞിരിക്കുക? പൗലോസ് കണ്ടു കഴിഞ്ഞിരിക്കുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഇറങ്ങണം. നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രവാചകൻ വരുന്നവെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നതിന് മുമ്പേ ആ പ്രവാചകൻ വന്ന് അത്ഭുതം ചെയ്യുന്ന മുന്നവേ കാണുന്നവരായി മാറണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ റൂട്ടിനകത്ത് മാറ്റുമ്പോൾ നമ്മുടെ വഴികളെ തുറന്നു തരണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നവരായി മാറണം. എങ്ങനെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഉറച്ചു നിൽക്കുന്നത്? ദൈവ മഹത്വം ഇറങ്ങുന്നത് എവിടെയാണ്? ദൈവത്തിന്. കാരണം ഈ കർത്താവിന് മഹത്വം കൊടുക്കുന്നിടത്ത് മഹത്വം ഇറങ്ങും. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിൽ രണ്ട് ഞാൻ ഒരുമിച്ച് കൊണ്ടുവരും. പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും 2 മണ്ഡലങ്ങൾക്കകത്ത് വരും. പറയാം, ദൈവത്തിന് ആര് മഹത്വം കൊടുക്കുന്നോ അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധി ഒരു നിമിഷം അടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഇന്ന് കേൾക്കുന്ന വചനം, ഹല്ലേലൂയ, വീഴുന്ന വചനം ആമീൻ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള വചനമാണ്. ഹല്ലേലൂയ. അത് 30, 60, 100 മേനിയായി ആമീൻ അത് അകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് 100 മേനിയായി വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ ദൈവത്തോട് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയത്തെ ഗ്രഹിക്കുവാൻ, വചനത്തിൽ ഞങ്ങൾക്ക് നിലനിൽപ്പാൻ, വചനത്തിൽ കൂടെ ഞങ്ങൾക്ക് നടപ്പാൻ കർത്താവിൻ്റെ കരുണ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ ദൈവത്തോട് പ്രാർത്ഥി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധി നിൽക്കുമ്പോൾ കർത്താവെ അടിയനെ പുകഴാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ലാതെ പൗലോസ് പറഞ്ഞ പോലെ എനിക്കോ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ എൻ്റെ കർത്താവിനെ ഒരിക്കൽ കൂടെ ഉയർത്തുവാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളോട് കൃപ ചെയ്തതിനായി സ്തോത്രം. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നു, പ്രാർത്ഥനയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വരും? യാക്കോബിൻ്റെ ലേഖനം ഒന്നെടുത്ത് 5-ാം അധ്യായം 15-ാമത്തെ വാക്യം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ എങ്ങനെയുള്ള പ്രാർത്ഥനയായിരിക്കണം?
വിശ്വാസമുള്ള പ്രാർത്ഥനയായിരിക്കും. നിങ്ങളിപ്പോൾ ആരാധനാലയത്തിൽ വന്നത് എങ്ങനെ ആയിരിക്കണം? വിശ്വാസത്തോടു കൂടി ഒരു പ്രാർത്ഥന ആരാധനയിൽ വരണം. നിങ്ങൾ ആരാധിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം മൂലധനം എന്ന് പറയുന്നത് വിശ്വാസത്തിനകത്തായിരിക്കണം. നിങ്ങളുടെ അകത്തൊരു പ്രതിസന്ധി വന്നു, അതിനെ വിശ്വാസത്തിൽ കാണണം. വിശ്വാസത്തിലാണ് അത്ഭുതങ്ങളെ കാണുന്നത്. ഇവിടെ പറയുന്ന വാക്ക് പറയുന്നു, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. കണ്ടോ? അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? രോഗി എന്ത് ചെയ്യും? സൗഖ്യമാവും. അപ്പൊ എവിടെ നിങ്ങൾ അറിയണം, മെഡിക്കൽ സയൻസ് ആയിക്കോട്ടെ, വലിയ വൈദ്യന്മാരായിക്കോട്ടെ, ഇവർ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് പറഞ്ഞു ഇനിയും പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നിടത്തുകൊണ്ട് അവിടെ കൊണ്ട് മണ്ഡലം അവരുടെ പ്രവൃത്തി എന്ത് ചെയ്തു? അവരുടെ പ്രവൃത്തി അവസാനിച്ചു. ഇനി പ്രവർത്തിക്കാനുള്ള ഒരുവനാ. അവരും പറഞ്ഞു നിർത്തി, ഇനി ഒരുവനിലെ ആശ്രയമുള്ളൂ. പക്ഷേ ഈ എന്നിട്ട് നിങ്ങളുടെ അകത്ത് എന്തു വരണം? വിശ്വാസം അകത്ത് വരണം. ഒരു പ്രാർത്ഥന തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതിലൊരു ഗ്രാഫ് മാറണമെന്ന് വരിക, നിങ്ങളുടെ അകത്ത് എന്ത് ചെയ്യണം? വിശ്വാസം വേണം. ആരിൽ? ദൈവത്തിന്. ഇവിടെ പറയുന്നു, ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപം ക്ഷമിക്കും. അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോ? 16 വായിച്ചു. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവത്തിന്റെ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന എന്ത് ചെയ്യും? ഫലിക്കും. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഇവിടെ എല്ലാം കൊടുക്കുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ഇടുന്നത് വിശ്വാസത്താലുള്ള പ്രാർത്ഥനയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് മണിക്കൂറുകൾ നിന്ന്, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് ചില ഒരു ഇതൊക്കെ വേണം, പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി. ഈ ശൈലിയൊന്നും അല്ല നോക്കുന്നേ. വിശ്വാസത്തിലൊരു പ്രാർത്ഥന വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ സ്വർഗം ഇറങ്ങി വരും. ഹല്ലേലൂയ. വിശ്വാസത്തിനകത്ത് ഒരു ചെങ്കടൽ വിഭാഗിക്കാൻ മോശ പോയി നിൽക്കുക. മോശ നിന്ന് നിലവിളിക്കുക. മോശ നിന്ന് ദൈവത്തിന് മുന്നിൽ നിന്ന് നിലവിളിക്കുന്ന സമയത്ത് ഇച്ചിരി പ്രാസം അനുസരിച്ചൊരു പ്രാർത്ഥനയാണ് അവിടെ വെളിപ്പെട്ടായി. ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, മോശേ നീ മുൻപോട്ട് പോവുക എന്നൊരു ശബ്ദം കേട്ടെങ്കിൽ അതാണ് പ്രാർത്ഥനയുടെ ആഴമെന്ന് പറയുന്നത്. ദൈവം പറഞ്ഞതിനെ അനുസരിച്ച് സ്റ്റെപ്പ് വെക്കാൻ അത് വിശ്വാസത്താലാണെങ്കിൽ അടുത്ത മേഖല നിന്റെ വാതിലിനെ ദൈവം തമ്പുരാൻ തുറക്കാൻ പോവുക. ഹല്ലേലൂയ. പ്രാർത്ഥന വിശ്വാസത്തിനകത്ത് നിന്നുകൊണ്ട്, പ്രാർത്ഥന വിശ്വാസത്തിൽ നിന്ന് സ്റ്റെപ്പ് വെക്കുന്നതായി മാറണം. പ്രാർത്ഥന അകത്ത് വ്യാപരിക്കാൻ തുടങ്ങും. പ്രാർത്ഥനയുടെ ശക്തി അകത്ത് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവപ്രവൃത്തി ഒന്നൊന്നായി വെളിപ്പെടുവാൻ തുടങ്ങും. പ്രാർത്ഥന ജൽപ്പനമല്ല, പ്രാർത്ഥന വിശ്വാസത്താല. പ്രാർത്ഥന ഇല്ലാത്തതിനെ ഉളവാക്കുന്നത്, പ്രാർത്ഥന അത്ഭുതങ്ങളെ ചെയ്യുന്നത്, പ്രാർത്ഥന വിടുതലായി മാറുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പ്രാർത്ഥനയാൽ ഉപവാസത്താലുമല്ല ഈ ജാതി വിട്ടുപോകത്തില്ല. ഇന്ന് പകലറിഞ്ഞ് ഒരുവൻ പ്രാർത്ഥിക്കാനിരിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ ആത്മാവിന്റെ നിറവിൽ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മണ്ഡലം മാറി യേശു പറഞ്ഞത്, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടും. ആത്മാവിനൊരു വിശ്വാസത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഭാവിയെ തടയുവാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഒരു മന്ത്രവാദിക്ക് പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരുവൻ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയ ഒരു ഭവനത്തിനകത്ത് എഴുന്നേറ്റുന്ന ഒരു പ്രാർത്ഥിക്കുന്നവനുണ്ടെങ്കിൽ ഒരു ആഭിചാരക്കാരൻ അടുക്കാൻ പറ്റത്തില്ല, ഒരു മന്ത്രവാദിക്ക് അടുക്കാൻ പറ്റത്തില്ല, ഒരു ക്ഷുദ്രക്കാരൻ അടുക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥന തീയായി മാറും, പ്രാർത്ഥന അഭിഷേകമായി മാറും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവൻ പ്രാർത്ഥിക്കുന്ന ഒരുവനെ അവന്റെ ഗ്രാഫ് നിർണയിക്കുന്നത്, അവന്റെ ഭാവി നിർണയിക്കുന്നത് അത് മനുഷ്യനല്ല കേട്ടോ, അത് സ്വർഗമാ. ഇന്ന് വിശ്വസിക്കുന്ന കർത്താവിനെ സ്തോത്രം ചെയ്യും. പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ ഭാവിയെ തീരുമാനിക്കുന്നത് അത് സ്വർഗമാകൊച്ചേ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കണമെന്നോ നിന്നെ തകർത്ത് കളയണമെന്നോ പദ്ധതിയിട്ടാൽ സ്വർഗം നിന്നോട് വിളിച്ചു പറയുക, നിന്നെ പുറത്തിറക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇത് ഭൂമിയിലെ നിയമമല്ല, ആകാശത്തിലെ ഒരു നിയമമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന അധിക ബലത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ പറയുന്ന വാക്കിനകത്ത് പറയുന്ന വാക്യതാണ് 15-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അപ്പൊ ഇവിടെ പറയുന്ന വാക്കിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ. പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയാകണം? വിശ്വാസമുള്ളൊരു പ്രാർത്ഥന നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടാൽ, വിശ്വാസത്തോടെ
അമ്മ ഞാൻ പറയും, മണിക്കൂറുകൾ എടുത്ത് ചുമ്മാ ജൽപ്പനം ചെയ്തു പോകുന്നതിനേക്കാൾ വിശ്വാസത്തിൽ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ അത് അത്ഭുതമായി പറയും. ഈ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? ഈ പ്രാർത്ഥനയ്ക്ക് അകത്തൊരു വ്യത്യാസമുണ്ട്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദേശാധിപതി ശക്തികൾക്കെതിരായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദീനക്കാർക്ക് വേണ്ടി, പാപത്തിൽ കിടക്കുന്നവർ, രോഗത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതിനെ അറിയണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം എടുത്തേ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 9-4 വാക്യം. ദൈവത്തിന്റെ കരുതലിനെ അറിയാം. യെഹെസ്കേൽ 9:4. അവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ യെരൂശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന, അപ്പൊ നോക്കിയേ, ദേശത്ത് നടക്കുന്ന മ്ലേച്ഛതയെ കുറിച്ച് നെടുവീർപ്പിട്ട് കരയുന്നവരുണ്ട്. പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. കണ്ടോ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദേശത്ത് നടക്കുന്ന തലമുറകളെ കുറിച്ച് ഇങ്ങനെ ഭാരപ്പെട്ട് കരയുന്നവരുണ്ട്. ഇവരെ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇവർ സ്റ്റേജിലൊന്നും അല്ല നിൽക്കുന്നേ. ഈ ദേശത്തിനകത്ത് പിടിക്കപ്പെട്ടു പോയ ചില ശക്തികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, ആ വിചാരത്തിന്റെ ശക്തികൾ, ഇരുട്ടിന്റെ ശക്തികൾ, ദേശാധിപതി ശക്തികൾ, ഈ ശക്തികളെ കുറിച്ച് പറയുക. ഇവിടെ പറയുക, അവിടെ പറയാ, അത് എന്തിനെ കൊണ്ടിടുക? മ്ലേച്ഛതയെ കൊണ്ടിടുക. അപ്പൊ നിനവയിലേക്ക് യോനായെ അയക്കുമ്പോൾ ശ്രദ്ധിച്ചോ, നിനവ പാപത്തിൽ നിൽക്കുക. നിനവയിലേക്ക് ചെന്നാൽ യോന വിളിച്ചു പറയുക, ഈ ദേശം എന്ത് ചെയ്യാൻ പോവാ? നശിപ്പിക്കാൻ പോവാ, ദൈവം നശിപ്പിക്കാൻ പോവാ. ഉടനെ തന്നെ അവർ മാനസാന്തരപ്പെട്ടു. അപ്പൊ ഇവിടെ പറയുന്നൊരു വാക്കിനകത്ത് നിങ്ങൾ നോക്കിയേ, ഈ ദേശത്തെ കുറിച്ച് പറയുക. സകലം ഇവിടെ പറയുന്നു, അവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ, യെരൂശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ, കണ്ടോ, അതിനെ ചൊല്ലിക്കരയും. അപ്പൊ പ്രാർത്ഥന ഇവിടെ പറയുന്നു. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞു, വിശ്വാസമുള്ള പ്രാർത്ഥന പറഞ്ഞു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞു, ലോകം അറിയാത്തൊരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ദേശത്ത് നടക്കുന്ന മ്ലേച്ഛത, പിശാചിന്റെ ബന്ധനങ്ങൾ, ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇവിടെ പറയുക. അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. ആ പ്രാർത്ഥിക്കുന്നവന്റെ നെറ്റിയിൽ എന്ത് ചെയ്യണം പറയുക? ദൈവത്തിന്റെ മുദ്ര പതിപ്പിക്കാൻ പറയുക. ഒരു സംഹാരകൻ കടന്നു പോയാലും നിന്റെ ഭവനത്തെ തൊടാതിരിക്കുന്നത് ഒരു പ്രാർത്ഥനയുടെ ശക്തിയായി മാറും. എത്ര പേര് വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? ലോകം നിന്നെ അറിഞ്ഞില്ല, സ്വർഗം നിന്നെ അറിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പ്രാർത്ഥന എങ്ങനെ വരണം? പ്രാർത്ഥന വിശ്വാസത്തിനകത്ത് വരണം. പ്രാർത്ഥന ഉടമ്പടി പ്രകാരമായി പ്രാർത്ഥനയായി മാറണം. മർക്കോസിന്റെ സുവിശേഷം 11-24 വാക്യം. മർക്കോസിന്റെ സുവിശേഷം 11 ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വേഗത്തിൽ കടന്നു വരിക. അതുകൊണ്ട് 11:24 പെട്ടെന്ന് വായിച്ചു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചുവെന്ന് വിശ്വസിക്കുക. അപ്പൊ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണം? ഇവിടെ വീണ്ടും പറയുക, മർക്കോസി പറയുക, പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥന ആയിരിക്കണം? വിശ്വാസത്താലുള്ള പ്രാർത്ഥനയാവണം. പ്രാർത്ഥിക്കുന്നവൻ വിശ്വസിച്ച് വേണം പ്രാർത്ഥിക്കാൻ. ആരെ വിശ്വസിക്കണം? ദൈവത്തെ യേശുവിനെ വിശ്വസിക്കണം. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ അകത്ത് തുറവിയെ കണ്ട് പ്രാർത്ഥിക്കണം. ഏലീശയുടെ കയ്യിൽ ഏലിയാവിന്റെ ഒരു ഇത്ര നീളമുള്ള തുണി കിട്ടി, ഒരു ചെറിയ പുതപ്പ് കയ്യിരിക്കുക. ഏലീശ യോർദാനെ അടിച്ചതിന് ഒന്നാമത്തെ കാരണം വിശ്വാസത്താലാണ് യോർദാനെ അടിച്ചത്. ഏലിയ പറഞ്ഞു, എൻ്റെ ഇരിക്കുന്ന അഭിഷേകം നിന്റെ മേൽ വരും. ലഭിക്കപ്പെട്ടു എന്ന് അവൻ്റെ അകത്ത് വിശ്വാസത്താൽ യോർദാനെ അടിക്കുമ്പോൾ യോർദാൻ രണ്ടായി ഏലീശയുടെ മുന്നിൽ വഴിമാറി. നാളുകൾ കൊണ്ട് മാറാത്തത് അന്ന് വഴിമാറിയപ്പോ അക്കരെ നിൽക്കുന്നവൻ പറയുന്നു, ഏലിയാവിന്റെ മേൽ ഇരുന്ന അതേ ആത്മാവ് ഏലീശയുടെ വന്നു. ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം, പകരപ്പെടുന്ന ആത്മാവിന്റെ ശക്തിയെ ഇന്ന് പകൽ വെളിപ്പെടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മുന്നിൽ നിൽക്കുന്ന വഴികളെ തുറക്കുന്നതാ പ്രാർത്ഥന. നിന്റെ മുന്നിൽ നിൽക്കുന്ന അടഞ്ഞ വാതിലുകളെ തുറക്കുന്നതാ പ്രാർത്ഥന. ഒരുവൻ മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കാൻ
റെഡിയാണെങ്കിൽ, നിലമ്പാട് വീണ് ദൈവസന്നിധിയിൽ നിൽക്കാൻ റെഡിയാണെങ്കിൽ, യാക്കോബിന്റെ കാലിനെ പറയുന്ന ഒട്ടകത്തിന്റെ കാലുള്ളവനെന്ന് യാക്കോബിനെ പറയുന്നെങ്കിൽ, അവൻ ദൈവത്തോട് മല്ലുപിടിച്ചെങ്കിൽ, അവനൊരു അനുഗ്രഹമായിരുന്നെങ്കിൽ അതൊരു പ്രാർത്ഥനയായിരുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നു, അവൻ ഒറ്റയ്ക്ക് നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി അവൻ നിന്ന് പ്രാർത്ഥനയോടെ നിന്ന് ദൈവത്തോട് മല്ല് പിടിച്ചിട്ട് അവൻ ചോദിക്കുന്നു, നിന്റെ പേരെന്ന് വിളിക്കുമ്പോ അവൻ പറയുന്നത്, എന്റെ പേര് യാക്കോബല്ല. നീ ഇന്ന് യാക്കോബല്ല, നീ ഇന്ന് ഇസ്രായേലായി അറിയുന്നത്. ഒരു പ്രാർത്ഥിക്കാൻ ഇറങ്ങിയ ഇന്ന് പകരം ഞാൻ വിളിച്ചു പറയുന്നു, ഒരുവൻ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയ അവന്റെ ബൗണ്ടറിയെ തടയുന്ന എല്ലാ ശക്തികളും അത് മാറിപ്പോകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പലരും ചോദിക്കും, നീ ഇങ്ങനെ കൊട്ടാൻ നടന്നിട്ട്, നീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നടന്നിട്ട് എന്താ എന്നല്ലേ? മക്കളെ, വെയിറ്റ് ചെയ്യ്. ഗ്രാഫ് ഉയരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്നെ ഇന്ന് നിൽക്കുന്ന യോർദാന്റെ മുന്നിലാണെങ്കിൽ യോർദാൻ കര കവിയാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ തൊട്ടിയിലെ മാവ് കുറയാൻ പോകുന്നില്ല. ക്ഷാമകാലം വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ എന്നാണെന്നറിയും. അതുകൊണ്ടാണ് വിളിച്ചു പറയുന്ന, നീതിമാന്റെ മക്കൾ അപ്പത്തിന് ഇറക്കത്തില്ലെന്ന്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ അപ്പത്തിന് ഇറക്കത്തിൽ എന്ന് പകൽ വിളിച്ചു പറ. ഇന്ന് വിളിച്ചു പറ. 100 വഴി അടഞ്ഞാൽ സ്വർഗം നിനക്ക് വേണ്ടി വഴിയൊരുക്കാം. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. അതുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങൾക്ക് ഉളവായി വരും. പ്രാർത്ഥന ഒരു മെസ്സേജ് പോലെ. പ്രാർത്ഥന ഇല്ലാത്തതിനെ സൃഷ്ടിക്കുന്നതാ. എത്ര പേര് ആമയും പറയുന്നുണ്ട്? എത്ര വലിയ കടികട്ടി വിഷയമാണേലും മഞ്ഞൊരുക്കുന്ന പോലെ ഉരുക്കിക്കളയുന്ന ഒരു സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് അത്ഭുതങ്ങളെ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനയിൽ മഹത്വം ഇറങ്ങി വരും. എങ്ങനെ പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം? ഹല്ലേലൂയ. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നേ. ഇവിടെ മുതൽ വചനം തുടങ്ങുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു തന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു വാക്ക് കിടക്കുക. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്. പുത്രനെ എന്ത് ചെയ്യണം? ആരെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നേ? പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ പുത്രനെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. എന്നിട്ട് നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം. അപ്പൊ സകല ജഡത്തിന്റെ മേലും ആർക്ക് അധികാരം വരുക? യേശുവിന് അധികാരം വരുക. എന്നിട്ട് ഏകസത്യ ദൈവമായ നിന്നെയും ഏകസത്യ ദൈവമായ അങ്ങയെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. യേശുവിനെ അറിയുന്നത് തന്നെ എന്താ? നിത്യജീവനാ. അപ്പൊ യേശു പറഞ്ഞു, പിതാവിനെ ഞാൻ മഹത്വപ്പെടുത്തണമെങ്കിൽ എന്നെ എന്ത് ചെയ്യണം? എന്നെ മഹത്വപ്പെടുത്തണം. എന്നിട്ട് പറഞ്ഞു, പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുക നിത്യമായ ജീവൻ ആർക്ക് കൊടുക്കാൻ അധികാരമുണ്ട്? യേശുവിന്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു. അപ്പൊ യേശുവിൽ കൂടെ മാത്രമേ പിതാവിന്റെ അരികിൽ ചെല്ലത്തുള്ളൂ. യേശുവിലേക്കുള്ള മഹത്വമായിക്കൊണ്ടിരുന്നേ. 4-ാമത്തെ വാക്യം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഞാൻ ഭൂമിയിൽ, ഈ ഭൂമിയിലായിരിക്കുമ്പോ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. എന്നെ ഏൽപ്പിച്ച വേല എന്ത് ചെയ്തു? ഞാൻ തികച്ചു. 5-ാമത്തെ, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഇപ്പോൾ പറയുക, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന, അങ്ങയുടെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണം. എന്നെ ആരുടെ അരികിൽ മഹത്വപ്പെടുത്തണം?
ദൈവത്തിൻ്റെ അരികിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം. ഇത് മുഴുവൻ ശിഷ്യന്മാരോട് പറയുക. അപ്പം യേശു ഇപ്പോൾ എവിടെ ചെന്നു? മഹത്വത്തിലായിരിക്കുന്നേ. യേശു ഇവിടെ വന്നപ്പോൾ ആരെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരുന്നേ? പിതാവിനെയാ. പിതാവ് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പിതാവിൻ്റെ അടുത്തോട്ട് പോകുക. 5-ാമത്തെ വാക്യം വന്നപ്പോൾ പറഞ്ഞു, 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണം. ഇനി എന്നെ എവിടെ മഹത്വപ്പെടുത്തണം? പിതാവിന്റെ അരികിൽ യേശുവിനെ മഹത്വപ്പെടുത്തണം. ആര് മഹത്വപ്പെടുത്തണം? ഇവിടെ ചോദ്യം. പിതാവിനോട് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ അരികിൽ ഞാൻ വരുക, അങ്ങനെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. എവിടെ ഇരുന്നോണ്ടാ പറയുന്നേ? യേശു എവിടെ വെച്ചാ പറയുന്നേ? ഭൂമിയിൽ വെച്ച്. ഈ ഭൂമിയിൽ യേശുവിനെ ആര് മഹത്വപ്പെടുത്തണം? ഈ ഭൂമിയിലിരുന്ന്, ഒന്നും ശ്രദ്ധിച്ചേ, ഈ ഭൂമിയിലിരുന്ന് യേശു കർത്താവ് ആരെ മഹത്വപ്പെടുത്തി? പിതാവിനെ മഹത്വപ്പെടുത്തി. ഇന്ന് പുത്രൻ എവിടെ ചെന്നു? എൻ്റെ കൂടെ വരുന്നില്ല. ഇന്ന് പിതാവിൻ്റെ വലത്തുവശത്ത് ചെന്നു. സ്തേഫാനോസ് കല്ലെറിയപ്പെടുന്നു. സ്തേഫാനോസ് ഉയരത്തിലേക്ക് നോക്കുന്നു. അമ്മ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന കാണുന്നു. പിതാവാൻ ദൈവത്തിന്റെ വലത്തുവശത്ത് പുത്രൻ തമ്പുരാൻ ഇരിക്കുന്ന കണ്ടു. എവിടെ ഇരിപ്പുണ്ട് യേശു? വലത്തുവശത്തിരിക്കുന്നു. അപ്പൊ പുത്രനെ മഹത്വപ്പെടുത്തണം. ഈ പിതാവിനെ യേശു മഹത്വപ്പെടുത്തും. പിതാവ് എവിടില്ല? ഭൂമിയിലില്ല. എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. എവിടെ നിന്ന് മഹത്വപ്പെടുത്തി? ഭൂമിയിൽ നിന്ന്. പിടികിട്ടുന്നത് നിങ്ങൾക്കിത്? ഭൂമിയിൽ നിന്നുകൊണ്ട് പിതാവിനെ യേശു മഹത്വപ്പെടുത്തി. എന്നിട്ട് ഇവിടെ യേശു പറയുക, ഇവിടെ പറയുന്ന 5 പറയുന്നു, ഇപ്പോൾ പിതാവ് ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണം. ഇനി ആരുടെ അടുത്തോട്ട് വരിക? ഞാൻ പിതാവിന്റെ അടുത്തോട്ട് ഞാൻ വരുക. പിതാവിന്റെ അടുത്ത് ഞാൻ വന്നിരിക്കുക. ഇനി ആരെന്നെ മഹത്വപ്പെടുത്തണം? പിടികിട്ടുന്നോ? യേശു പിതാവിനെ മഹത്വപ്പെടുത്തിയ പോലെ പുത്രനെ ആര് മഹത്വപ്പെടുത്തണം? നമ്മൾ മഹത്വപ്പെടുത്തണം. നമ്മളിൽ പിതാവ് മഹത്വം എടുക്കാൻ പോവുക. യേശു ക്രിസ്തു പൂർണ്ണനായിരിക്കുന്ന പോലെ നമ്മളും അവനിൽ പൂർണ്ണനാകുന്നു. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടു, ഞാനും പിതാവ് ഒന്നത്രേ എന്ന് പറഞ്ഞു. നിങ്ങളെ കണ്ടവർ യേശുവിനെ കണ്ട പോലായി മാറണം. ആരിൽ മഹത്വം എടുക്കണം? യേശു ക്രിസ്തു നിങ്ങളിൽ മഹത്വം എടുക്കണം. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ആമീൻ പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതിനെ ഞാൻ ഒന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തല പ്രവൃത്തി എടുത്തേ, 4-ാം അധ്യായം എടുത്തേ. 4-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം എടുത്തേ. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാൽ. ഇവിടെ നിന്റെ എന്നുള്ളതൊക്കെ വേണം നമുക്ക് മാറ്റി വായിക്കാം. സൗഖ്യമാക്കാൻ യേശുവിന്റെ കരം നീട്ടുന്നതിനാലും പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസൻ. ഇവിടെ ഇപ്പൊ ആരുടെ മഹത്വം വരുവാ? ഇത് വന്നാലും നിങ്ങൾക്ക് പിടികിട്ടുള്ളൂ. ഇവിടെ പറയുന്ന വാക്കിനകത്ത് നോക്കിയേ, സൗഖ്യമാക്കാൻ നിന്റെ കരം നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ ആരുടെ നാമം മഹത്വം എടുക്കുന്നു? യേശുവിന്റെ. യേശു വന്നപ്പോൾ ആരുടെ നാമത്തെ മഹത്വപ്പെടുത്തി? പിതാവിന്റെ. ഇപ്പം പിതാവിന്റെ നാമത്തെ യേശു മഹത്വപ്പെടുത്തി. യേശു എവിടെ ചെന്നു? പിതാവിന്റെ അരികിൽ ചെന്നു. ഒരു വിടുതലിലേക്ക് മാറുക. ഇപ്പം ഇനി പോകുന്ന ഭാഗം ഇവിടെ നോക്കിക്കോണം. ഈ പുത്രനെ ആര് മഹത്വപ്പെടുത്താൻ തുടങ്ങുക? നമ്മളിലേക്ക് വന്നു. യേശു ചെയ്ത് വെച്ച വേല ആരിലേക്ക് വരുക? എന്നിലേക്ക് വന്നു. ഇനി ഞാൻ ആർക്ക് മഹത്വം കൊടുക്കാൻ പോവുക? അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ പറയുന്നു, യേശുവിനുള്ള മഹത്വം കൊടുത്തിട്ട് പറയുക, നിന്റെ പരിശുദ്ധനായ ദാസനം യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും. അപ്പോൾ ആരുടെ നാമം മഹത്വപ്പെടുന്നേ? യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യനാണോ? പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പം നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർ
ദാസന്മാർക്ക് നിന്റെ ദാസന്മാർ ആരിലേക്ക് വന്നു? നമ്മളിലേക്ക് വന്നു. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? കൃപ നൽകണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മാവ് കൊണ്ട് ആ ഭവനത്തെ നിറയ്ക്കുവാനിടയായി. ഇന്ന് പകലിൽ നിങ്ങൾ അറിഞ്ഞോ, മഹത്വം യേശുവിന് കൊടുക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും, യേശുവിൻ്റെ നാമത്തിൽ ഭൂതഗ്രസ്തർ വിടുവിക്കപ്പെടും, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുക, യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ വെളിപ്പെടും. എന്തുകൊണ്ടെന്ന് പിതാവിൻ്റെ വലത്തുവശത്ത് പുത്രൻ തമ്പുരാൻ ഇരിപ്പുണ്ടെങ്കിൽ, അവന് മഹത്വം കൊടുക്കാൻ റെഡിയാണെങ്കിൽ, അവനെ ആരാധിക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞോ, ഒരത്ഭുതത്തിലേക്ക് ദൈവം നിന്നെ മാറ്റുവാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ വചനം പറയുന്നു, യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യ. ഈ വചനം പറയുന്നു, യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യ. അതുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്തപ്പോ, ദൈവത്തിന് ദാസന്മാരായി നിൽക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാർ ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോ, അവിടെ മുഴുവനും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ, അവരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചോ? എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ആർക്ക് മഹത്വം കൊടുത്തുള്ള പ്രാർത്ഥന? യേശുവിന് മഹത്വം കൊടുത്തുള്ള പ്രാർത്ഥന വന്നപ്പോ പ്രാർത്ഥിച്ചവർ കൂടിയിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി. അവർ മുഴുവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞെങ്കിൽ നിത്യജീവന്റെ ഉടമ്പടി അവരുടെ മേൽ ദൈവം പകരുകയാണെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ സ്തോത്രം ചെയ്തോണം. ആത്മാവിന്റെ നിറവിനകത്ത് ഒരുവൻ നടക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറയണം, ഇത് പഴയ നിയമത്തിന്റെ ചരിത്രമല്ല, യേശുവിനെ ഉയർത്തുന്ന നാമമത്രേ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? അവന്റെ നാമത്തിങ്കൽ മുഴങ്കാലുകൾ മടക്കും, അവന്റെ നാമത്തിങ്കൽ അത്ഭുതങ്ങൾ നടക്കും, അവന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയോ, അവന്റെ നാമത്തിൽ നിന്റെ ഭാവി റെഡിയോ. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് പകലിൽ അവന്റെ നാമത്തിനൊരു ശക്തിയുണ്ട് സഹോദര, അവന്റെ നാമത്തിനൊരു വിടുതലുണ്ട്, അവന്റെ നാമത്തിനൊരു ഉയർച്ചയുണ്ട്. ഇന്ന് പകൽക്കാലം പറയണം, നിന്റെ തലമുറയുടെ ഭാവിയെ നോക്കിക്കൊണ്ട് എന്തിനാ കൊച്ചെ പ്രാർത്ഥിക്കാൻ പോയെന്ന് പറഞ്ഞ ധൈര്യത്തോടെ വിളിച്ചു വരണം. ഞങ്ങളെ കുറിച്ച് വിളിച്ച ഒരു ദൈവമുണ്ട്, ഞങ്ങൾ ആരാധിക്കുന്നവൻ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഭവനത്തെ വിടുവിക്കുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ ഇന്ന് പകലിൽ. ഹല്ലേലൂയ. ഭൂമിയിൽ ഒരു ദൈവ പദ്ധതി ഇട്ടു. തൻ്റെ പുത്രൻ മഹത്വം എടുക്കണം. ആരിൽ കൂടെ? ഇന്ന് പകൽക്കൊന്ന് വിശ്വസിച്ച് പറഞ്ഞ്, എന്നിൽ കൂടെ ഒരു മഹത്വം എടുക്കാൻ പോവുക, എന്നിൽ കൂടെ ഒരു മഹത്വം എടുക്കാൻ പോവുക. ഹല്ലേലൂയ. എന്നിൽ കൂടെ എൻ്റെ ഭാവി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ വന്നു ചേരും. കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഇന്ന് പകൽ ഇവരെ പറയുന്നു, അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവരിങ്ങനെ യേശുവിൻ്റെ മഹത്വം കൊടുത്ത് അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞു, ആ പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ എന്ത് ചെയ്തു? ആത്മാവ് കൊണ്ട് അവരെ അങ്ങ് നിറച്ചു. വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്ത്. ലൂക്കോസിന്റെ സുവിശേഷം 18:1. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറയുക? മടുത്തു പോകാതെ എപ്പോഴും എന്ത് ചെയ്യല്ലേ? കണ്ടോ, പ്രാർത്ഥനയിൽ എന്നുണ്ടാകല്ലേ? മടുത്തു പോകാതിരുന്നാലേ അത്ഭുതം കാണാം. ആരെയും മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥനയിലല്ല, യേശുവിനെയാ. ഹല്ലേലൂയ. യേശുവിനെ മഹത്വം കൊടുത്ത് പ്രാർത്ഥന വെളിപ്പെടുന്നുണ്ടെങ്കിൽ സ്വർഗം നിന്റെ കൂടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. യേശു വന്ന് പിതാവിനെ മഹത്വപ്പെടുത്തിയിട്ടു. ആ ദൗത്യം കഴിഞ്ഞു. യേശു പറഞ്ഞു, പിതാവിനോട് പറയുക, എന്നെ മഹത്വപ്പെടുത്തണം. ആരിൽ കൂടെ? നമ്മളിൽ കൂടെ. അതുകൊണ്ട് പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ പ്രാർത്ഥന നമ്മുടെ ഉണ്ടാകണം. യോഹന്നാന്റെ 10:10 വരും പറയുന്നു, പിശാചിനൊരു ലക്ഷ്യമുണ്ട്. എന്നാ ലക്ഷ്യം? പിശാചിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അറക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അത്രേ ആര് വരുന്നത്. നിങ്ങളുടെ ഏത് മണ്ഡലം തടയാൻ ആരുണ്ട്? കണ്ടോ, നിങ്ങളുടെ ഉയർച്ചയെ തടയുവാൻ, നിങ്ങളുടെ ഭവനത്തിൻ്റെ നന്മയെ തടയുവാൻ, നിങ്ങളുടെ തലമുറയുടെ നന്മയെ തടയുവാൻ എവിടെയെല്ലാം പ്രവർത്തിക്കാവോ മുഴുവൻ പ്രവർത്തിക്കും. ഒരു നല്ല നന്മയിലേക്ക് പോവുക. ചില തലമുറകളാണ് പിടി തലമുറകളുടെ വാഗ്ദത്തങ്ങൾ വരുന്നു. അവർ പയ്യെ അനുഗ്രഹത്തിലേക്ക് പോവുക. തലമുറകൾ പയ്യെ അനുഗ്രഹത്തിലേക്ക് പോകാൻ തുടങ്ങി. അവരെ ഓരോ സ്റ്റെപ്പായിട്ട് നോക്കി അവരുടെ ഭവനത്തിനകത്ത് വ്യത്യാസം വരുന്നു. അപ്പോൾ ഇതിനകത്ത് ആരുടെയും പുറകെ പിശാചങ്ങ് പ്രവർത്തിക്കും. പയ്യെ പിശാചങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങും. അതാരെയൊന്നുമില്ല, ചിലപ്പോൾ അമ്മയിലാകാം, ചിലപ്പോൾ വല്യമ്മയിലാകാം, ആരിലും. ഇങ്ങനെ അങ്ങ് പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി ഇതിനകത്തുനിന്ന് പുറത്തു പോകും. ഈ വാഗ്ദത്തം പറഞ്ഞ കൂട്ടായ്മയിൽ നിന്നും ഇവർ പുറത്തോട്ട് പോകും. ഇവർ പുറത്തു പോയി കഴിഞ്ഞ്
കുറച്ച് ദിവസങ്ങളിൽ കുഴപ്പമില്ല എന്ന് പറയും, പിന്നെ അങ്ങ് കുഴപ്പമാവും. ഈ വാഗ്ദത്തത്തിന് ഓട്ടോമാറ്റിക്കൽ വെളിയിലെ യൂദായോട് പറഞ്ഞ യേശു അല്ലേ വാഗ്ദത്തം പറഞ്ഞേ? അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്നതിനകത്ത് ആരുണ്ട്? യൂദ. എന്നിട്ടാകാൻ പറ്റുമോ യൂദായ്ക്ക്? പുള്ളിക്ക് വെച്ചിരുന്നത് മരത്തെ തൂങ്ങാനായിരുന്നു വെച്ചിരുന്നത്, അതേന്ന് വീണ് കുടൽ കീറി മരിക്കാനാ. പകരം അപ്പോസ്തലനായ പൗലോസിനെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തു. എങ്കിലും നോക്കിയേ, വാഗ്ദത്തം വന്നെങ്കിലും അനുഭവത്തിൽ വന്നോ? ഇത് ഇപ്പോഴും നമ്മുടെ അകത്തറിയണം. പിശാച് നമ്മളെ മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ തലമുറയ്ക്ക് നല്ല ഭാവി, നല്ല ലെവലിൽ വരുക. ആ സമയത്ത് ഇതിനെല്ലാം കൂടെ വിളിച്ചിറക്കി വേറെ പരിപാടിക്ക് പോകും. അവർ ലോകത്തിലേക്ക് പോകും, പിന്നെ അവരുടെ വിശ്വാസം വിടും, അവർ നഷ്ടപ്പെടും. അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, പിശാചിന് ഒരു അജണ്ടയുണ്ട് അല്ലേ? പിശാചിനൊരു പദ്ധതിയുണ്ട്. പിശാചിൻ്റെ പദ്ധതിക്കകത്ത് ആരെ കൊണ്ടിടാൻ ആഗ്രഹിക്കുന്നത്? പിശാച് നടക്കുന്നത് മറ്റുള്ളവരുടെ പുറയിലല്ല, പിശാച് നടക്കുന്ന ആരുടെ പുറയിലാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ കൃപയിൽ നിൽക്കുന്നവൻ്റെ പുറയിലാണ് പിശാച് നടക്കുന്നേ. ആരുടെ പുറകെ നടന്നില്ല? ഇയ്യോബിൻ്റെ പുറകെ നടന്നതിന് കാര്യം എന്നാ? ദൈവം സാക്ഷ്യം പറഞ്ഞവൻ്റെ പുറയിലാ പിശാച് നടന്നത്. പിശാച് എവിടെല്ലാം ചെന്നു? ആലയത്തിൽ വരെ ചെന്നു. അപ്പോൾ പിശാച് ഒരു അജണ്ടയുണ്ട്. പിശാച് ലക്ഷ്യം എന്നാ? അറക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനും അത്രേ പിശാച് വന്നിരിക്കുന്നത്. യേശുവോ വാക്യം കൊടുക്കുന്നു, വായിച്ചിട്ട് 10:10. അവർക്ക് ജീവനുണ്ട്. ആർക്ക്? നമുക്ക് ജീവനുണ്ടാകാനും കേട്ടോ. യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് എന്തുണ്ടാകാൻ വേണ്ടിയാ? സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനാ. ഈ ജീവനിൽ നിന്ന് ആര് തെറ്റിക്കുന്നു? യേശു ക്രിസ്തു 17-ാം അധ്യായത്തിനകത്ത് പറഞ്ഞു, നിത്യജീവനെ നൽകുവാനത്രേ പിതാവിനോട് മേടിച്ച നിത്യജീവനെ എൻ്റെ മേൽ തന്നു. ഈ ജീവനെ കെടുത്താൻ ആർക്ക് പദ്ധതിയുണ്ട്? പിശാചിനുണ്ട്. അപ്പൊ പിശാചൊരു പദ്ധതിയുമായിട്ട് ഇറങ്ങി. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ നിത്യജീവനെ നൽകാൻ വന്നതാ. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഇതിനകത്തുനിന്ന് പയ്യെ വഴിതെറ്റിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മൾ ജോലി ചെയ്തിരിക്കും. ഞങ്ങളെല്ലാം ആരാധനയ്ക്കല്ലേ പോകുന്നത്, എന്നാ കുഴപ്പം? ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചോ പറഞ്ഞു, ബ്രദറെ പണ്ടൊരു പ്രവചനം പറഞ്ഞിട്ടുണ്ട്. പണ്ട് പറഞ്ഞൊരു ഡേറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഈ വർഷമാണ്. ഇങ്ങോട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഞാൻ പറഞ്ഞ സഹോദരൻ ഇപ്പോൾ എവിടെയാ? ഞാൻ വേറെ അടുത്താ. കുഴപ്പമില്ല, അവിടെ പറ. അപ്പോൾ ഇതിൻ്റെ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവം വിളിക്കുന്ന വിളിക്കൊത്തവണ്ണം ആര് ചലിക്കണം? നമ്മൾ ചലിക്കണം. ദൈവസന്നിധി നമ്മൾ ആരെന്ന് വെളിപ്പെടുത്തണം? വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തണം. പ്രാർത്ഥനയിൽ ഒരു വിശ്വസ്തത വേണം. ദൈവസന്നിധി നിൽക്കുന്നതിൽ ഒരു വിശ്വസ്തത വേണം. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവൻ അവന് വേണ്ടി കരുതുന്ന ഒരു സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവൻ പ്രതിസന്ധിയുടെ മുന്നേ ദൂതന്മാർ വരും. പ്രതിസന്ധിയുടെ മുന്നേ വിടുവിക്കുവാൻ ദൈവത്തിന് ദൂതന്മാർ ഇറങ്ങും. പക്ഷെ പ്രാർത്ഥന വരുന്നു, പിശാച് വരുന്നു. പിശാചൊരു പദ്ധതി ഒരുക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം സ്വർഗം നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇന്ന് കാണുന്ന പ്രതികൂലത്തെ അല്ല കാണണ്ടേ, നിനക്ക് വരാൻ പോകുന്ന വഴികളെ നീ കണ്ടുകൊള്ളുക. ആമേൻ. ഇന്ന് പകൽക്കാല പ്രാർത്ഥനയിൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. പ്രാർത്ഥിക്കുന്ന പത്രോസിന്റെ മുന്നേ തുപ്പട്ടി ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അറിയണം, പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി ദൈവം ദർശനങ്ങളെ നൽകുന്നതോ, പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി മുന്നേ ദർശനങ്ങൾ വെളിപ്പെടുത്തോ. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? പ്രാർത്ഥന ജൽപ്പനമല്ലെങ്കിൽ പ്രാർത്ഥന ആത്മാവിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ് പുതുവഴികളെ തുറക്കാൻ പോകുന്ന സ്വർഗത്തിലെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. പത്രോസിന്റെ മുന്നിൽ ഒരു വെൺമാടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ അവൻ തുപ്പട്ടി ഇറങ്ങി വന്ന് അതിന്റെ പൊരുൾ എന്നാന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ 3 പേർ താഴെ നിൽക്കുക. ഇവിടെയാണോ ശീമോൻ താമസിക്കുന്നത്? അതെ, ഇവിടെ ശീമോൻ താമസിക്കുന്നത്. ഞങ്ങളുടെ യജമാനൻ പറഞ്ഞു വിട്ടിരിക്കുക ഞങ്ങളെ അങ്ങോട്ട് വരുവാൻ. പത്രോസ് ഇറങ്ങി അവരോടൊപ്പം ആത്മാവ് പറഞ്ഞു പൊക്കോളാൻ. പത്രോസ് അങ്ങോട്ട് പോകുമ്പോൾ
സമരിയ പട്ടണം പത്രോസിന് വേണ്ടി തുറക്കപ്പെടാൻ പോകുക. ഇന്ന് നിന്നോട് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മുന്നേ ചില വാതിലുകൾ തുറക്കുന്നത് ആത്മ കണ്ണിനകത്ത് കണ്ടു തുടങ്ങിയിരിക്കണം. നിന്നോട് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് രാജ്യങ്ങളുടെ വാതിലാണെങ്കിൽ ആ വാതിലിലേക്ക് ദൈവം തമ്പുരാൻ നിന്നെ നയിക്കുന്ന ഒരു കാലം വിദൂരമല്ല. അത് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് ഉണ്ടബൽ ഖനാദര വൈഡലബ രഹസ്യാന്തര ഓ റബല ഹസുര ഗദൽ ഖനാദരിയാന്തര. ആത്മാവ് നിന്നെ നയിക്കുവാൻ തുടങ്ങിയ, ആത്മാവിന്റെ നടത്തിപ്പ് വന്നാൽ, ആത്മാവിന്റെ ഒരു പ്രാർത്ഥന വന്നാൽ, ആത്മാവിൽ നിറഞ്ഞപ്പോ യേശു പറഞ്ഞു ദുഷ്ടന്മാരുടെ കൈകളിൽ ഏൽക്കപ്പെടും, പക്ഷെ ഞാൻ 3-ാം ദിവസം ഉയർക്കപ്പെടും. ഇന്ന് പകലി ആത്മാവിന്റെ നിറവിനകത്ത് ആത്മാവിൽ കാണുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയോ. ഒരാത്മാവിന്റെ പ്രാർത്ഥന, ആത്മാവിന്റെ നിറവിനകത്തൊരു പ്രാർത്ഥന, പരിശുദ്ധാത്മാവിലൊരു പ്രാർത്ഥന വെളിപ്പെട്ട അത്ഭുതങ്ങൾ നീ കാണുവാൻ തുടങ്ങും. യേശു ആത്മാവിൽ നിറഞ്ഞിട്ട് പറഞ്ഞു ദുഷ്ടന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും, പക്ഷെ 3-ാം ദിവസം ഒരു ഉയർപ്പുണ്ട്. ആത്മാവിന്റെ നിറവിനകത്തിരുന്നപ്പോ യേശു പറയുന്നു ബെഥാനിയയിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തിനു വേണ്ടി എന്നറിയോ? ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്നതിന് പറഞ്ഞു. അവനെ ഉണർത്തുവാൻ അത്രേ നമ്മൾ പോകുന്നത്. എന്നതാ കാരണം എന്നറിയോ? 11-ാം അധ്യായത്തിൽ കിടക്കുന്ന ലാസർ മരിച്ച കല്ലറയാൽ യേശു കണ്ടത്. 12-ാം അധ്യായത്തിനകത്ത് 12 പേരുടെ കൂടെ ഇരിക്കുന്ന ലാസറിനെ കണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവുള്ളവർ വിളിച്ചു പറയണം, ആത്മാവിൽ ചില അത്ഭുതത്തിന്റെ വാതിലുകളെ യേശു കർത്താവ് തുറക്കപ്പെടും. ഇന്ന് പകൽ യേശുവിന്റെ മഹത്വം കൊണ്ട്, യേശു കർത്താവിന്റെ മഹത്വം കൊണ്ട് ദർശനങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. ദർശനങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. ആത്മാവിനകത്ത് ദർശനങ്ങൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളെ നടക്കുന്നതിന് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മാവിന്റെ ദർശനം വരും. ആമേൻ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മാവിന്റെ ദർശനം വരും. അവൻ മരണക്കിടക്കയിൽ പോയി കിടന്നാലും ദർശനം വന്നുകൊണ്ടേയിരിക്കും. കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടാലും ദർശനം വന്നുകൊണ്ടേയിരിക്കും. പത്രോസ് കിടന്നുറങ്ങിയതിൻ്റെ കാരണം പത്രോസിന്റെ ശുശ്രൂഷ വേറെ ഉണ്ടെന്ന് പത്രോസിനറിയാം. ഹല്ലേലൂയ. കപ്പൽ ഛേദം വരുമ്പോഴും ദർശനമുള്ളവന്റെ മുന്നിൽ സ്വർഗ്ഗമിറങ്ങും. ഇന്ന് പകൽക്കാലം പറയണം, മെലിത്യ ദ്വീപ് നിനക്കൊരു പ്രമോഷനായി മാറും. പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ മെലിത്യ ദ്വീപിലെ അണലി നിനക്കൊരു പ്രമോഷനായി മാറും. ഇന്ന് കാണുന്ന നിനക്കൊരു ഒരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് കാണുന്ന നാളെ നിനക്കൊരു പ്രമോഷനായി മാറും. ഇന്ന് കാണുന്ന രോഗം അതിന് നീ ചാടിക്കടക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. പക്ഷേ പ്രാർത്ഥനയിൽ ആത്മസാന്നിധ്യം വെളിപ്പെടണം. പ്രാർത്ഥനയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രാർത്ഥനയിൽ യേശു കർത്താവിന് മഹത്വം കൊടുക്കണം. പിതാക്കന്മാർ ദൈവത്തിന് മഹത്വം കൊടുത്തിരുന്നു. യേശു വരുന്നതിന് മുമ്പേ കൊടുത്തിരുന്നുകൊണ്ട് ഏലിയാവ് ദൈവത്തിന് മഹത്വം കൊടുത്തിരുന്നവനാ. അവിടേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം എടുത്താൽ 36-ാമത്തെ വാക്യം എടുത്താൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നെടുത്ത് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു. അബ്രാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും. ഇവിടെ പറയുന്ന കാര്യം കണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിനകത്ത് ശിഷ്യന്മാർ പറഞ്ഞു ദൈവത്തിന്റെ പരിശുദ്ധ ദാസനായ യേശുവിനെ നാമം. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, ഏലിയാവ് വന്നിട്ട് പറയുക, യാഗപീഠത്തിന്റെ മുന്നേറ്റത്തിട്ട് പറയുക, അങ്ങ് അബ്രഹാമിന്റെ ദൈവമാ, അബ്രഹാം പ്രാർത്ഥിക്കുന്നവനാണ്. ഇസഹാക്കിന്റെ ദൈവമാ, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യാക്കോബിന്റെ ദൈവമാ, പ്രാർത്ഥിക്കുന്നവൻ. ദൈവമായി യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ മഹത്വം ആർക്ക് കൊടുക്കുക? എൻ്റെ കൂടെ വന്നേ. ആർക്ക് കൊടുത്തോണ്ടിരിക്കുക? ഏലിയാവ് ആർക്കാ മഹത്വം കൊടുക്കുന്നേ? ഏലിയാവ് മഹത്വം എടുക്കുകയല്ല, സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാ. അബ്രഹാം ദൈവത്തെ മഹത്വപ്പെടുത്തി, യാക്കോബ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് പകൽക്കാലം പറയും, ഏലിയാവ് പറയുക, ഞാനും അങ്ങേ മഹത്വപ്പെടുത്തുകയാ. എങ്ങനെ പറയുന്ന? ഇസ്രായേലിൽ നീ ദൈവമെന്ന് ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നോ ആമീൻ എന്നും വെളിപ്പെട്ടു വരട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുക, യഹോവേ എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ. യഹോവേ, തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആർക്ക് മഹത്വം കൊടുക്കുന്നു? കണ്ടോ?
പഴയ നിയമത്തിൽ ഏലിയാവ് ആർക്ക് മഹത്വം കൊടുക്കുന്നു? പുതിയ നിയമത്തിൽ വന്നപ്പോൾ ആർക്ക് മഹത്വം കൊടുക്കാൻ പറഞ്ഞു? യേശുവിന് മഹത്വം കൊടുക്കാൻ. പഴയ നിയമത്തിൽ ഏലിയാവ് മഹത്വം കൊടുത്ത് പറയുക, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായ ദൈവമേ എന്ന് വിളിച്ചിട്ട് പറയുക, ഞാൻ അങ്ങയുടെ ദാസനെന്ന് ഇവർക്ക് വെളിപ്പെടുവാൻ വേണ്ടി. കണ്ടോ, ഇവിടെ വെളിപ്പെടുവാൻ എന്ന് പറഞ്ഞു. ഉടനെ യഹോവ അവന് ഉത്തരമരുളി. ആർക്ക് മഹത്വം കൊടുത്തപ്പോ? ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോ ഇവിടെ പറയുന്നു, യഹോവ തീയിറക്കി ഓമയാകും വിറവും മണ്ണും ദഹിപ്പിച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ മഹത്വം കൊടുത്തൊരു ആരാധന വെളിപ്പെട്ട നിന്റെ മധ്യത്തിലേക്ക് സ്വർഗം ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം ഏലിയാവ് പഴയ നിയമത്തിൽ നിന്നുകൊണ്ട് യഹോവയ്ക്ക് മഹത്വം കൊടുത്തപ്പോ സ്വർഗത്തിലെ ദൈവം തീ പോലെ ഉത്തരമരളിയെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ യേശുവിന് മഹത്വം കൊടുത്ത പരിശുദ്ധാത്മാവ് കൊണ്ട് നീ നിറയപ്പെടുവാൻ തുടങ്ങും. യേശുവിന് മഹത്വം കൊടുത്ത പരിശുദ്ധാത്മ ശക്തിയാ നീ നിറയപ്പെടാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവൻ പൗലോസ് വിളിച്ചു പറഞ്ഞെങ്കിൽ പ്രാർത്ഥന മഹത്വം കൊടുക്കുന്നതായി മാറണം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? പ്രാർത്ഥന ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായി മാറണം. പ്രാർത്ഥന പുത്രന് മഹത്വം കൊടുക്കുന്നതായി മാറണം. വ്യക്തികൾക്കല്ല പ്രാധാന്യം, സ്വർഗത്തിന്റെ ഉടയവനാ പ്രാധാന്യം. ഇന്ന് പ്രാധാന്യം കൊടുത്തൊരുത്തം പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ എഴുതി വെച്ചോ, നിന്റെ റൂട്ട് മാപ്പ് തമ്പുരാൻ മാറ്റിയിരിക്കോ. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ലെന്നോ നിന്റെ തലമുറ ഗുണം വരത്തില്ലെന്ന് പറയുന്നവരവിടെ പ്രവറഞ്ഞു നിൽക്കട്ടെ. അതിന്റെ മധ്യത്തിൽ സ്വർഗം നിനക്ക് വേണ്ടി പുതുവഴികളെ ഒരുക്കി അനുഗ്രഹിക്കുന്ന കാഴ്ച നിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ മഹത്വം കൊടുക്കേണ്ടവന് മഹത്വം കൊടുത്ത് ആരാധിക്കണം. ഹല്ലേലൂയ. ഒന്ന് ശമൂവേലിലേക്ക് ഒന്ന് പെട്ടെന്ന് 1 ശമൂവേലിലേക്ക് ഒന്ന് 1 ശമൂവേൽ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. 1 ശമൂവേലിലേക്ക് വന്നേ പെട്ടെന്ന്. 1:10 ഒരു പ്രാർത്ഥനയും കൂടെ കൊണ്ടുവരാം. 10-ാമത്തെ വാക്യം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. അവൾ അവിടെ നോക്കിയേ, ആരുടെ പേര് മോളി വന്നു? ഹന്ന പ്രാർത്ഥിക്കാൻ വന്നു. എവിടെ വന്നേ? ആലയത്തിൽ വന്നു. അവിടെ വന്നിട്ടോ അവൾ മനോവ്യസനത്തോടെ യഹോവയോട് ആർക്ക് മഹത്വം കൊടുക്കുക? ഈ സംഭവം നിങ്ങളുടെ അകത്ത് വരണം. മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല. ഒരു ഉടമ്പടി വെക്കുക. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ് സൂക്ഷിച്ചു നോക്കി. കണ്ടോ, ഇവിടെ പറഞ്ഞ് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവൾ ആരരികിൽ വന്നു? ആർക്ക് മഹത്വം കൊടുക്കാൻ വന്നു? ഉടമ്പടിയൊക്കെ അങ്ങ് വെച്ചു. കർത്താവേ, ഞാൻ ഇന്നതൊക്കെ ചെയ്യും. ഏത് ഉടമ്പടി പ്രകാരം ഇവൾ യഹോവയോട് പ്രാർത്ഥിക്കുക. ആർക്ക് മഹത്വം കൊടുത്തു? ഈ വിഷയത്തിൻ്റെ മുകളിൽ ആർക്കേ എന്നെ വിടുവിക്കാൻ പറ്റുള്ളൂ? നമ്മൾ സറണ്ടർ ചെയ്തു. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി ചെയ്യാനുള്ള ആർക്കേ പറ്റുള്ളൂ? ഇവിടെ വിടുതൽ ഉണ്ടാകുന്നേ. ഇനി ചെയ്യാനുള്ള ഒരുവന് മാത്രമേ ഉള്ളൂ, അതെൻ്റെ കർത്താവിനാന്ന്. ഇനി മനുഷ്യനെ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ കർത്താവിന് ചെയ്യാൻ പറ്റും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? മനുഷ്യന് അസാധ്യമാ, പക്ഷെ ദൈവത്തിന് സകലവും സാധ്യമാ. ഇവിടെ പറയുന്ന വാക്കിനകത്ത് പറയുക, അവളെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. പുരോഹിതൻ അവിടേക്ക് വന്നു. അവിടെ വായ ഉറ്റു നോക്കി 17-ാമത്തെ വാക്യം വെച്ചു. നമ്മുടെ സമയം കടന്നു പോകും. ഇല്ല, 17-ാമത്തെ വാക്യം വെച്ചു. 17 വായിച്ചു. ഇവള് ദൈവവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഏലി പുരോഹിതൻ പറഞ്ഞു, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ആരോട് പ്രാർത്ഥിച്ചുകൊണ്ട്? ആർക്ക് മഹത്വം കൊടുത്തുകൊണ്ട്? ഇവിടെ കണ്ടോ, ദൈവത്തിന് മഹത്വം കൊടുത്തൊരുവൾ പ്രാർത്ഥിച്ചപ്പോ അവളോട് പറയുക, പുരോഹിതൻ പറയുക, എനിക്കിനി ഒന്നും പറയാനില്ല, നീ എന്ത് ചെയ്തോളാൻ പറഞ്ഞു? സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകും. കണ്ടോ, നീ ദൈവത്തോട് കഴിച്ച അപേക്ഷ ദൈവം നിനക്ക് എന്ത് ചെയ്യും? നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. 18-ാമത്തെ വാക്യം. കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ അവളുടെ മുഖം വാടിയിട്ടേ ഇല്ല.
ഇന്ന് പകലും ഞാൻ പറയുന്നു, വിശ്വസിച്ചുകൊണ്ടിരുത്തം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവന് പ്രതിഫലം വരിക തന്നെ ചെയ്യും. വിശ്വസിച്ച ഒരുത്തം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മുഖം വാടിപ്പോകത്തില്ല. വിശ്വസിച്ച നീ ഏറ്റെടുത്തെങ്കിൽ ഇന്ന് പകലും നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം വരും. വിശ്വസിച്ച നീ ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ നിന്റെ റൂട്ട് മാറിപ്പോകും. വിശ്വസിച്ച എടുക്കുന്നെങ്കിൽ ഇന്നൊരു അത്ഭുതം നടക്കും. വിശ്വസിക്കുന്നത് മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഒരുവന്റെ അകത്ത് പ്രാർത്ഥന വിശ്വാസമായി മാറണം. ആമേൻ. പ്രാർത്ഥിക്കുന്ന വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിനകത്തൊരു പ്രതിഫലമുണ്ട്. അത് ജൽഫലമല്ല, അത് വിശ്വാസത്താൽ. ഹന്ന കടന്നു വന്നത് വിശ്വാസത്താൽ. അവൾ പ്രാർത്ഥിച്ചത് യഹോവയോട്. അവൾ പ്രാർത്ഥിച്ച ദൈവത്തിന് മഹത്വം കൊടുത്ത് അവൾ പറഞ്ഞെടുത്ത് ഒരു സ്വാമി ഏലി പുരോഹിതൻ പറയാ, നീ പ്രാർത്ഥിച്ചെടുത്ത് സ്വർഗത്തിലെ ദൈവം നിനക്ക് ഉത്തരം തരിക തന്നെ ചെയ്യും. ഓ, ഇന്ന് മാറ്റമില്ലാത്തവരായ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ വിശ്വാസത്തിൽ ഒരുവൻ പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേൻ. പ്രാർത്ഥന എപ്പോഴും വിശ്വാസത്താൽ ആയി മാറാം. 27-ാമത്തെ വാക്യം വായിച്ചേ. ദൈവം പ്രാർത്ഥന കേൾക്കുമ്പോ, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകി. ഞാൻ ദൈവത്തോട് ചോദിച്ചത് യഹോവ എനിക്ക് നൽകി. ഇന്ന് ധൈര്യത്തോടെ എത്ര പേര് പറയുന്നുണ്ട്, ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത് മുഴുവനും എനിക്ക് ലഭിച്ചെന്ന്? ഓ, വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേ. അന്ന വന്ന് യഹോവയുടെ സന്നിധി നെടുമ്പാട് നിന്ന് ദൈവത്തോട് നിലവിളിച്ചു. ഏലി പുരോഹിതൻ വന്നിട്ട് ചോദിച്ചു, ആമേ, അവൾ മദ്യപിച്ചാണെന്നൊക്കെ ആദ്യം ഓർത്തതെങ്കിൽ അവൾ പറഞ്ഞു, ഞാൻ ദൈവത്തോട് എൻ്റെ മനസ്സിനെ കൈമാറുകയാ. ഹല്ലേലൂയ. നിന്നിട്ട് പറയുക, നീ യഹോവയോട് കഴിച്ചതാണല്ലോ അപേക്ഷ സ്വർഗം കേട്ട് കഴിഞ്ഞിരിക്കുക. 27-ാമത്തെ വാക്യം വരും പറയുന്നു, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ ഞാൻ പറയാം, മഹത്വം കൊടുക്കേണ്ടവന് മഹത്വം കൊടുത്ത് ആരാധിക്കാൻ റെഡിയാണെങ്കിൽ നിന്റെ അവസ്ഥകൾക്കകത്ത് ഒരത്ഭുതം ചെയ്യുന്ന യേശു ഉണ്ടെന്ന്. ഓ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിന്റെ അവസ്ഥകൾക്കപ്പുറേ ഒരത്ഭുതം ചെയ്യുന്ന യേശു ഉണ്ട്. ഓ, ഇന്ന് പകൽക്കാലം പറയുന്നു, ആമി, അതുകൊണ്ട് പുത്രനെ ഇന്ന് പകലിൽ മഹത്വപ്പെടുത്തുന്നവരായി മാറണം. ഓ, യേശു പറയുന്നു, ഞാൻ ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് പിതാവേ നിന്നെ മഹത്വപ്പെടുത്തിയ പോലെ തന്നെ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് എന്നെ ജനം മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവ് ചലനമുണ്ടാകാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് വിടുതൽ അയക്കാൻ തുടങ്ങും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥനയുടെ മധ്യത്തിൽ ആത്മസാന്നിധ്യം ഇറങ്ങട്ടെ. നിന്റെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവിക അത്ഭുതം ഇറങ്ങട്ടെ. നിന്റെ നാവിന്മേൽ ആത്മാവ് സംസാരിക്കട്ടെ. നിന്റെ തലമുറയ്ക്ക് ആത്മാവ് സംസാരിക്കട്ടെ. ഇന്ന് പകലിൽ യേശുവിന് മഹത്വം കൊണ്ട് യേശുവേത് വിളിച്ച് ഓ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ ആമേ ഒരുവനുണ്ടെങ്കിൽ അത് യേശു കർത്താവാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മഹത്വം കൊടുത്തത് യഹോവയ്ക്കാണെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വം കൊടുക്കും. അവൻ എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചവനാ, അവൻ എൻ്റെ രോഗങ്ങളെ വഹിച്ചവനാ. അവൻ നഗ്നനായി ഒരു തെരുവിന്റെ മധ്യത്തിൽ കടന്നെങ്കിൽ അവൻ എൻ്റെ രക്ഷകനായതുകൊണ്ട് ഞാൻ ലജ്ജ കൂടാതെ വിളിച്ചു പറയും, യേശു തന്നെ എൻ്റെ കർത്താവ്, യേശു തന്നെ എൻ്റെ കർത്താവ്. ഇന്ന് പകലും പറയാ, ഈ ഭൂമിയിൽ ആരാധിക്കാനുണ്ടെങ്കിൽ ഒരുവന്റെ നാമമേ ഉള്ളൂ, അത് യേശു കർത്താവിന്റെ നാമമാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അപ്പോൾ പഴയ നിയമത്തിൽ ഞാൻ രണ്ടുപേരെ കൊണ്ടുവന്നു. ഒരുപാട് സമയം കടന്നു പോകുന്നുണ്ട്. രണ്ടുപേരെ കൊണ്ടുവന്നു. ഏലിയാവ് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഏലിയാവിന്റെ മധ്യത്തിൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങി. അമ്മ അടുത്തയാളെ കൊണ്ടുവന്നു. ഹന്ന ഒരു പ്രാർത്ഥനാ വിഷയമായി വന്നു. അവൾക്കൊരു മകനെ വേണമായിരുന്നു. ആലയത്തിൽ വന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവയ്ക്ക് മഹത്വം കൊടുത്തു. 27-ാമത്തെ വാക്യം വന്നവും പറഞ്ഞു, യഹോവ അവനൊരു ബാലനെ കൊടുത്തു. ആമേ, അവിടെ നിന്നെ ദേശത്തൊന്ന് മാറ്റിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ എഴുതണം, നീ മഹത്വം കൊടുക്കേണ്ടവന് മഹത്വം കൊടുത്താൽ നിന്റെ ഭവനത്തിന് നിന്നെ തമ്പുരാൻ മാറ്റിക്കളയും. ഓ, വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം വരണം. ആമേ, ചില കാര്യങ്ങൾ താമസിച്ചു പോയാലും വന്നു ചേരുവെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ചില കാര്യങ്ങൾ താമസിച്ചു പോയാലും ആമേ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം. യേശു കർത്താവ് പറയുന്നൊരു വാക്യം. ആമേ, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. പിന്നെ അവൻ അവരോട്
അവരോട് പറഞ്ഞ് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന് സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം എന്ന് പറഞ്ഞു. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് പറഞ്ഞു. എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു. അപ്പൊ സ്നേഹിതൻ അടുത്തിയലുവാ. ഒരു 3 അപ്പത്തിന് വേണ്ടി സ്നേഹിതൻ പ്രാർത്ഥനയാ, ആവശ്യത്തോടെ പ്രാർത്ഥനയ്ക്കാൻ ചെന്നു. ഇവിടെ ചോദിച്ചു, അവനോട് പറയാ ഇല്ല എന്ന് അവനോട് പറഞ്ഞു. എന്നെ അകത്തുനിന്നൊരു ശബ്ദം, സ്നേഹിതൻ അകത്തുനിന്നൊരു ശബ്ദം പറയുക, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇതിനകത്ത് നിങ്ങൾ നോക്കണം, 3 കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു. ഒന്നെന്നാ പറഞ്ഞതേ, എന്നെ പ്രയാസപ്പെടുത്തരുത്. എന്നാ കാരണം? കഥ കടച്ചിരിക്കുക, പൈതങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയത്തില്ല. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞില്ല, എൻ്റെ നിനക്ക് തരുവാനുള്ള സാധനം ഇല്ലെന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. നീ എന്നോട് ചോദിച്ചത് 3 അപ്പമാണെങ്കിൽ അതെൻ്റെ കയ്യിലുണ്ട്, സാഹചര്യം തരാൻ പറ്റുന്നില്ല. കാരണം പറഞ്ഞു, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു, എന്നെ പ്രയാസപ്പെടുത്തരുതെന്ന് പറഞ്ഞു. പക്ഷെ ഒരൊറ്റ കാര്യം നിങ്ങൾ അറിഞ്ഞോണം, ഇതില്ല എന്ന് അവൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ ഇന്ന് ധൈര്യത്തോടെ നിന്നു നിനക്കുള്ള വാതിൽ ദൈവം തമ്പുരാൻ തുറക്കുക. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേര്? ഹല്ലേലൂയ. എന്നിട്ട് പറയാ, അവൻ സ്നേഹിതനാകൊണ്ട് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്ന കണ്ടോ. ആമി പ്രാർത്ഥനയിൽ മടുത്തു പോകല്ലേ. ആമി ലൂക്കോസ് 18 പറയാ, പ്രാർത്ഥനയിൽ എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി മാറാം. ദൈവത്തിന് ഇന്ന് പകൽക്കാലം യേശുവിന് മഹത്വം കൊടുക്കുന്നവരാണെങ്കിൽ ഇന്ന് പകൽ പറഞ്ഞു, നിനക്കൊരു വാതിൽ ദൈവം തുറക്കുക. ഇന്ന് തുറന്നില്ലെങ്കിൽ നിനക്ക് ആ വാതിൽ തുറക്കാതിരിക്കത്തില്ല. ഇന്ന് പകൽ നിനക്കിന്ന് ജോലി ലഭിക്കപ്പെട്ടില്ലെങ്കിൽ ആ ജോലി നിനക്ക് തന്നെ ലഭിക്കപ്പെടും. ഇന്ന് നിനക്കൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഭവനം വന്നില്ലെന്നൊന്നും പറയല്ലേ. നിനക്കുള്ളത് ദൈവം തമ്പുരാൻ കരുതിയിട്ടുണ്ട്. അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വരാൻ തുടങ്ങും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവന്റെ കൈവശമുണ്ടെങ്കിൽ ഇത് പറയുന്നു, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലയോ എങ്കിലും അവൻ ലജ്ജ കൂടാതെ. ഇന്ന് പ്രാർത്ഥനയിൽ മടുത്തു പോകല്ലേ, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. പ്രാർത്ഥനയുടെ ആഴത്തിനകത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ യേശുവിന് മഹത്വം കൊടുത്ത് ആരാധിച്ചോട്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കുള്ള നന്മ വരിക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം താമസിച്ചു പോയാൽ നീ പരാതി പറയണ്ട. അവൻ വിളിച്ചവൻ വിശ്വസ്തനായ ഒരു ദൈവമാ. നിനക്കുള്ള വാതിലെ ദൈവത്തിന്റെ ആത്മാവിനകത്ത് വിളിച്ചു പറയാ, അത് നിനക്കായി തുറക്കപ്പെടുന്ന കാലം അത് വിദൂരമല്ല എന്ന് ആമേൻ ആത്മാവിനകത്ത് വിളിച്ചു പറയാ. നിന്നെ മഞ്ഞ് പെയ്യുന്ന നാട്ടിലെത്തിക്കുമെന്ന് ആത്മാവ് പറഞ്ഞെങ്കിൽ അത് നിന്നെ എത്തിക്കുക തന്നെ ചെയ്യും. ചില വഴികളിൽ കൂടെ തടസ്സം വന്നാലും അതിനപ്പുറം ഒരു കരുതലുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിനക്കൊരു ഗവൺമെന്റ് സർവീസിൽ ഒരു ജോലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരിക തന്നെ ചെയ്യുക. നിനക്കൊരു ദേശത്തിനകത്ത് ഒരു അത്ഭുതകരമായ വിടുതൽ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ ഒരു അപ്പോസ്തലനായി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവ പദ്ധതിക്കകത്താണെങ്കിൽ ഇന്ന് പകലിൽ പറഞ്ഞു, ആ മഹത്വം കൊടുത്തുകൊണ്ട് നിന്നാ മതി. അത് നിന്റെ മേൽ ഇറങ്ങി വരുമെന്ന്. അത് നിന്റെ മേൽ ഇറങ്ങി വരുമെന്ന്. അസാധാരണമായ ഒരു പ്രവൃത്തി നിന്റെ കൈകളിൽ നടക്കുമെന്ന് സ്വർഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അറിഞ്ഞോ, അത് നിന്റെ മേൽ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേ വിശ്വാസത്തിനകത്ത് പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. ആമേ വിശ്വാസത്തിൻ്റെ ഒരു പ്രാർത്ഥന. എത്ര പേര് ആമേ പറയുന്നുണ്ട്? വിശ്വാസത്തിൻ്റെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനകത്ത് കയറി വരണം. അപ്പോൾ പഴയ നിയമത്തിൻ്റെ സബ്ജക്റ്റ് നിൽക്കുമ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞു വച്ചു, ഏലിയാവ്, ഹന്ന, ഇവരുടെ എല്ലാം പ്രാർത്ഥന വന്ന് എന്നത് യഹോവയായ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേൻ. പുത്രനിലേക്ക് വരുമ്പോൾ പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തി. എന്നിട്ട് പുത്രൻ പറയുക, ഇനിയും മഹത്വപ്പെടുത്താനുള്ളത് ഞാനാ. കണ്ടോ, പഴയ നിയമം പുതിയ നിയമം മുഴുവൻ മാറ്റപ്പെടുന്നു.
പുതിയ നിയമത്തിലെ ക്രിസ്തുവോ അത്ഭുതം ചെയ്യുന്നെങ്കിൽ ഇന്ന് പകലാണ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഭൂതകസ്തർ വിടുവിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ ഇല്ലാത്തത് ഉളവായിത്തീരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞ പത്രോസിൻ്റെ പടകിനെ നിറയ്ക്കുന്നു, നൈന്തിലെ വിധവയുടെ മരിച്ചവനെ ഉയർപ്പിക്കുന്നു, ലാസറിനെ ഉയർപ്പിക്കുന്നു. യായിറോസിൻ്റെ അവിടെ ഭവനത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. മുഴട്ട് കണ്ണുകൾ തുറക്കുന്നു, മുരടന്മാർ ചാടി തുള്ളിച്ചാടി ആരാധിക്കുന്നു. യേശു പറഞ്ഞു അവൻ ഒരു നാമം കൊണ്ട് പറയുക. യോഹന്നാൻ്റെ 9 പറഞ്ഞു ദൈവനാമം മഹത്വം എടുപ്പാൻ അത്രേ. ഇന്ന് പകൽക്കാലം പറഞ്ഞു ഇതൊരു തുടർമാനമാണെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചു, നിങ്ങൾ ഉയർത്തപ്പെടുവാൻ, യേശുവിനെ ഉയർത്തുവാൻ, നിങ്ങളുടെ ഭവനത്തിൽ ഉയർത്തപ്പെടുവാൻ ഹല്ലേലൂയ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ദേശത്തിനകത്ത് നിങ്ങളുടെ ഭവനങ്ങൾ ശോഭിക്കപ്പെടുവാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം പറഞ്ഞു അവനിൽ ഒരു ഇരുളൊട്ടുമില്ല, അവൻ വെളിച്ചത്തിൽ വസിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ വെളിച്ചത്തിലാണെങ്കിൽ ഇന്ന് പകൽ അറിഞ്ഞു ദേശത്തിനകത്ത് ഉയർത്തപ്പെടുവാനുള്ള ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമമാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഇന്ന് നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള ഒരു നാമമേ ഉള്ളൂ, വിളിച്ചു പറയാനുള്ള ഒരു നാമമേ ഉള്ളൂ, ഉയർത്തുവാനുള്ള ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമ. പഴയ നിയമത്തിന്റെ ചരിത്രങ്ങൾ അവസാനിക്കുമ്പോൾ പുതിയ നിയമത്തിൽ രക്ഷകന്റെ നാമം ഉയർത്തപ്പെടുക. യേശുവിൻ്റെ നാമം എവിടെ ഉയർത്തിയാൽ അവിടെ ദൈവം മഹത്വം ഇറങ്ങി വരും. എത്ര പേർ ആമീൻ പറയാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിപ്പീൻ, അത് മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ അത് ലഭിക്കപ്പെടുമെന്ന് പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ഭൂമി നിന്നെ ആക്കി വച്ചിരിക്കുന്നത് യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ അത്രേ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? രാപ്പകൽ നിലവിളിക്കുന്നവൻ തന്റെ വൃദ്ധന്മാർക്ക് കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണ്. ദൈവത്തോട് നിലവിളിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ പറഞ്ഞു ഭാവിയെ തമ്പുരാൻ മാറ്റും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവൻ, പ്രാർത്ഥനയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്നവന് പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ നഷ്ടമല്ല, പ്രാർത്ഥന നിനക്ക് ജീവിതത്തിൽ സമ്പത്തായി മാറുക, പ്രാർത്ഥന നിനക്ക് കോട്ടയായി മാറുക, പ്രാർത്ഥന നിനക്ക് പുതുവഴിയായി മാറുക. ദൈവസന്നിധിയിൽ ഒരുവൻ മുഴങ്കാലും അടക്കുന്നെങ്കിൽ ഇന്ന് പകലും പറഞ്ഞു നിന്റെ ഗ്രാഫിനെ മാറ്റുക. ഈ പട്ടണങ്ങൾ മുഴുവൻ പ്രസംഗിച്ചിട്ടല്ല കാര്യം, പ്രാർത്ഥിക്കുന്ന ഒരുവനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാവിനകത്തറിയണം, പ്രാർത്ഥിക്കുന്ന ഒരുവനെ ഉയർത്തുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അമേരിക്ക പ്രസംഗിച്ചാലും ലണ്ടനിൽ പ്രസംഗിച്ചാലും ഇന്ന് പകൽക്കാലം വരണം. 5 വൻകരകളിൽ മുഴുവൻ പ്രസംഗിച്ചാൽ ഭൂതം പുറത്തു പോകത്തില്ല, മാനസാന്തരം ഉണ്ടാകത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ എഴുന്നേറ്റ് നിന്നാൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം പറയണം യേശു കർത്താവ് നിന്നോട് കൂടെ ഇരിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നവനായി മാറണം. ഹല്ലേലൂയ. ഫിലോസഫി വെച്ച് പ്രസംഗിക്കുന്നിടത്ത് അല്ല കൊച്ചെ അത്ഭുതം നടക്കുന്നത്, യേശു നിന്റെ കൂടെ ഇരിക്കുമ്പോഴാ. ഹല്ലേലൂയ. ഫിലോസഫി ഇല്ലായിരുന്നു പത്രോസിന്, യോഹന്നാന് ഫിലോസഫി ഇല്ലായിരുന്നു, ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അവന്റെ ആത്മാവിന്റെ ശക്തി. ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, പ്രാർത്ഥിക്കുന്നവന്റെ മേൽ അവന്റെ ആത്മാവുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗം ഇറങ്ങി വരും, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഇത് പകൽക്കാലം, ഇത് ലോകത്തിന്റെ ജ്ഞാനമല്ലോ, ഇത് സ്വർഗത്തിന്റെ കൃപയോ. ഇസ്രായേലിന്റെ ചരിത്രം പറയാ, റോമ ചരിത്രങ്ങൾ പറയാ, പഴയ ചരിത്രങ്ങൾ പറയാ, യേശുവിനെ അടക്കിയ ആ കല്ലറയുടെ ചരിത്രങ്ങൾ പറയാ. ചരിത്രമല്ല നിന്നെ വിടുവിക്കുന്നത്, യേശുവിന്റെ നാമമാ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തെ ഉയർത്തിയ അത്ഭുതങ്ങളെ നടക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ കൂട്ടത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. യേശുവിനോട് പ്രാർത്ഥിക്കുന്നവന്, നിലവിളിക്കുന്നവന്റെ മുന്നിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തി ഉണ്ട്. ഇത് പകൽക്കാലം പറയണം, അതൊരു വിദ്യാഭ്യാസത്തിൽ കിട്ടുന്നതല്ല, സ്വർഗത്തിന്റെ കൃപയൊന്നു മാത്രമാ, അത് സ്വർഗത്തിന്റെ കൃപയൊന്നു മാത്രമാ. ഇന്ന് പകൽക്കാലം പറയാം വിദ്യാഭ്യാസം കൂടിപ്പോയാൽ രോഗി സൗഖ്യമാകത്തില്ല കേട്ടോ. എന്നാൽ ഇന്ന് പകൽക്കാലം പറയണം
ആശാരി ചെറുക്കനായി ഈ ഭൂമിയിലേക്ക് വന്ന ഒരുവനുണ്ട്. അവൻ എന്റെ രക്ഷകനാണ്. ഹല്ലേലൂയ. അവൻ കാൽവറി ക്രൂശ് എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹത്വത്തിൽ ഇരിക്കുന്നു. അവൻ മാത്രം ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയും, അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനായവൻ. ഓ, അറക്കപ്പെട്ട കുഞ്ഞാടിന് സ്വത്രം, അറക്കപ്പെട്ട കുഞ്ഞാടിന് ഗോത്രം. ഹല്ലേലൂയ. സകല നാമത്തിലും മേലായ ഒരു നാമമുണ്ട്, അത് യേശുവിന്റെ നാമമാ. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തപ്പെടുവാൻ, ആരാധിക്കുവാൻ ഒരുവനേ ഉള്ളൂ. യേശുവിനെ നീ പട്ടണത്തിൽ ഉയർത്തിയാൽ നിന്റെ ഭവനത്തെ തമ്പുരാൻ ഉയർത്തുക. ആമേൻ. ഇന്ന് പകൽക്കാലം പറയണം, ഹല്ലേലൂയ. യേശുവിനെ എവിടെ ഉയർത്തപ്പെടുന്നോ, യേശുവിൻ്റെ നാമത്തിൽ ആര് പ്രാർത്ഥിക്കുന്നോ, ഇന്ന് പകൽക്കാലം നിന്റെ ഗ്രാഫിനെ ദൈവം തമ്പുരാൻ മാറ്റുക. ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ നിന്നോട് പ്രവചിക്കുന്നതിൻ്റെ കാര്യം, ധൈര്യത്തോടെ നിന്ന് അവൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് കാരണം ഉയർത്തപ്പെടുവാനുള്ളൂ ഒരുവന്റെ നാമമേ ഉള്ളത് കൊണ്ട്. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് ഉപേക്ഷിക്കപ്പെട്ടെടുത്ത് ഓടിച്ചെന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിന് കാരണം എന്നാണെന്നറിയോ? നമ്മുടെ കൂടെയുള്ള യേശുവിനെ തിരിച്ചറിഞ്ഞത് കൊണ്ട്. ഹല്ലേലൂയ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് രക്ഷയില്ല, വീട്ടിൽ കൊണ്ടോക്കോളാൻ പറഞ്ഞ പല രോഗികൾ സൗഖ്യമായതിന്റെ കാരണം ഒരുവനെ നല്ലവണ്ണം തിരിച്ചറിയാമായിട്ടാ, എന്റെ യേശുവിനെ എനിക്ക് തിരിച്ചറിയാമായിട്ടാ. ഇന്ന് പകൽ വിളിച്ചു പറ, യേശു സകല നാമത്തേക്കാൾ ഒരു മേലായ നാമമാണ്. ഹല്ലേലൂയ. ആ നാമത്തിന് എവിടെ മഹത്വം കൊടുത്താലും അവിടേക്ക് ആത്മാവ് ഇറങ്ങി വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത. ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് പറയുന്നു, ഏലിയാവ് പ്രാർത്ഥനയ്ക്കായി നിന്നു. ആമേൻ. നിന്ന് ജാതികളുടെ മധ്യത്തിൽ യാഗപീഠം പണിതു. അവിടെ നിന്നിട്ട് പറഞ്ഞു, അങ്ങ് അബ്രഹാമിന്റെ ദൈവമാ, അങ്ങ് ഇസഹാക്കിന്റെ ദൈവമാ, അങ്ങ് യാക്കോബിന്റെ ദൈവമാ, ഞാൻ അങ്ങയുടെ ദാസൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഒരു തീ ഇറങ്ങിയെന്ന വചനം പറയുന്നത്. ആമേൻ. യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ തീയാലും അത്ര സ്നാനപ്പെടുത്തുന്ന. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പകരപ്പെട്ടത് സ്വർഗത്തിന്റെ തീയാണ്, നിന്റെ മേൽ പകരപ്പെട്ടത് സ്വർഗത്തിന്റെ ജീവനാണ്, നിന്റെ മേൽ പകരപ്പെട്ടത് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണ്. ഇന്ന് പകൽക്കാലം അത് ഭൂതങ്ങൾ അലറി വിളിക്കുന്ന നാമമാ. അവ ബന്ധനങ്ങൾ അഴിയുന്നതോ, രോഗികൾ സൗഖ്യമാകുന്നതോ, ഭൂതകസ്ഥർ വിടുവിക്കുന്നതോ ആ നാമത്തിന്റെ മുൻപിൽ ഇന്ന് പകലിൽ അത്ഭുതമുണ്ട്. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സെഗിയോ മാളിമുറിക്കകത്ത് അപ്പോസ്തലന്മാർ കൂടിയിരിക്കാൻ തുടങ്ങി. അപ്പോസ്തലന്മാർ കൂടിയിരുന്ന ദൈവത്തെ അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. അവർ ആരാധിക്കാൻ തുടങ്ങിയത് എന്നറിയാം, യേശുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ മഹത്വം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലന്മാർ 2:4 വന്നപ്പോൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വെളിപ്പെടുവാൻ തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 2-4 വാക്യത്തിൽ വരുമ്പോൾ അവരെ പരിശുദ്ധാത്മാവിനകത്ത് നിറയ്ക്കാൻ തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 2:4 2-4 വാക്യം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി യേശുവിന്റെ നാമം ഒരുത്തൻ ഉയർത്താൻ തുടങ്ങിയാൽ, യേശുവിന്റെ നാമം ഒരുത്തൻ ഉയർത്താൻ തുടങ്ങിയാൽ ആത്മാവ് ഇറങ്ങും. ആത്മാവ് ഇറങ്ങ. നിന്റെ നാവിന്മേൽ അന്യഭാഷയും വരും. യേശുവിനെ ഉയർത്താൻ റെഡിയായിക്കോ. നിന്റെ നാവിന്മേൽ അന്യഭാഷ കൊണ്ട് ദൈവം തമ്പുരാൻ നിറയ്ക്കോ. ആമീൻ. അതുകൊണ്ട് പറയുന്നു, ആത്മാവ് പറയുന്നത് വൻകാര്യങ്ങളെ അത്രേ. കേട്ടിരിക്കുന്ന ജനം പറയുക, അവർ പറയുന്നത് അത് വൻകാര്യങ്ങളത്രേ. ഇന്ന് പകലി ആത്മാവിനകത്തറിയണം. ഒരുവൻ ആത്മാവിൽ അറിയാൻ തുടങ്ങിയ അവന്റെ ചങ്ങലകൾ തന്നെ അഴിയാൻ തുടങ്ങും. ഇന്ന് പകൽക്കെല്ലാം ദേശാധിപതി ശക്തികൾ കീഴടങ്ങുന്നത് അന്യഭാഷയുടെ ശക്തിയാല. ഇന്ന് പകൽ ഭൂതകസ്ഥർ വിടുവിക്കപ്പെടുന്നത് അത് അന്യഭാഷയുടെ ശക്തിയാല. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിന്റെ ഒരു ആരാധന വെളിപ്പെടട്ടെ. ആത്മാവിൽ നിറയട്ടെ ദൈവസഭ, ആത്മാവിൽ നിറയട്ടെ ദൈവസഭ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. അവ തലമുറയുടെ ഭാവിയെ തടയുന്ന എല്ലാ ശക്തികളും മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതുവഴികൾ തുറക്കട്ടെ. ഉയർത്തപ്പെടുന്ന യേശുവിന്റെ നാമം, ഉയർത്തപ്പെടുന്ന യേശുവിന്റെ നാമം, പുതുപ്പള്ളി പട്ടണത്തിൽ ഉയർത്തപ്പെടുന്ന യേശുവിന്റെ നാമം. വേറൊരു നാമം വേണ്ട ഇവിടെ. ഉയർത്തപ്പെടുന്ന യേശുവിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റാഖാല റജിഖ നദറ സഗർക്കര വൈഡലബ റിഗസരി ദർഖനോ ദരയാന്തരെ. യേശുവിന്റെ നാമത്തിന് സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിന് സൗഖ്യം വ്യാപരിക്കട്ടെ. ബിഹറി ഗദർഖരാദര വൈഡലബ റസി
ദൂനാദകരിയന്തൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിനെതിരായി നിൽക്കുന്ന സകല ചങ്ങലകളും അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. 3 തലമുറകളെ കാണുവാൻ ദൈവം തമ്പുരാൻ ഭാഗ്യം തരും. 3 കുഞ്ഞുങ്ങളെ ഭവനത്തിനകത്ത് ദൈവം കാണിക്കും. അത് ദൈവത്താ സംഭവിക്കും. അത് മനുഷ്യൻ്റെ ശബ്ദമല്ല, അത് ദൈവത്തിൻ്റെ ശബ്ദമായി മാറും. ഇന്ന് കാണുന്ന പല മണ്ഡലങ്ങളിൽ മാറ്റമുണ്ടാകും. ഇന്ന് കാണുന്ന പല മണ്ഡലങ്ങളിൽ ദൈവം മാറ്റം വരുത്തും. എന്ത് കാരണമെന്നറിയോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞതിനാ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ ആത്മനിറവിനകത്ത് വിളിച്ചു പറ ഹല്ലേലൂയ. യേശുവിന് മഹത്വം കൊടുത്തെടുത്ത ആത്മാവ് യേശുവിന് മഹത്വം കൊടുത്ത സ്വർഗത്തിന്റെ ദേവേ, പഴയ നിയമത്തിൽ തീ ഇറങ്ങിയെങ്കിൽ പുതിയ നിയമത്തിൽ ആത്മാവ് ഇറങ്ങി വരും. അവേ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ടാണ് പറയുന്നത് അവ യേശുവിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെട്ടു വന്നത്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ വന്നപ്പോ അവ അവിടെ വിളിച്ചു പറയുക, പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ള നസറേനായ യേശുവിന് മഹത്വം കൊടുക്കുന്ന നാമമാ. ആ നാമത്തിന് ശക്തിയുണ്ടെന്ന് വിളിച്ചു പറയുമ്പോ അവയും ജന്മനാ മുടന്തനായവ തുള്ളിച്ചാടിയെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ പോലെ ഉയർത്തപ്പെടുവാനുള്ളത് യേശുവിന്റെ നാമമാണ്. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമി സഖിയോ മാളിയോ മുറിക്കകത്ത് ആമി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന് മഹത്വം കൊടുത്ത് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ യേശു പറഞ്ഞു, അവരുടെ പേര് ഞാൻ നിത്യജീവനെ പകരും. ആമി സഖിയോ മാളിയോ മുറി ഒരു തുടക്കമാണെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചോ, നിന്റെ മേൽ ആത്മാവിന്റെ പകർച്ചയുണ്ട്. ആമി നിന്റെ നാവിന്മേൽ ആത്മാവിനൊരു പകർച്ചയുണ്ട്. നിന്റെ ജീവിതത്തിൽ ആത്മാവിനൊരു പകർച്ചയുണ്ട്. അത് നിന്റെ വിടുതലിലേക്ക് നയിക്കുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം പറഞ്ഞത് യേശു പറഞ്ഞു, ഞാൻ പിതാവേ ഈ ഭൂമിയിലിരുന്നു അങ്ങയുടെ നാമത്തെ ഉയർത്തി. ആമേൻ. അതേ മഹത്വം എനിക്ക് പിതാവിൻ്റെ അരികിൽ അതേ മഹത്വം വേണം. ഈ ഭൂമിയിൽ ഉയർത്തപ്പെടുവാനുള്ളത് ഏകനാമം യേശുവിൻ്റെ നാമം. ഈ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ സകലതും അടങ്ങും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏത് മണ്ഡലത്തിനകത്താണേലും ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഏത് മണ്ഡലത്തിനകത്തൊരു ബ്രേക്ക് ത്രൂ ഇന്ന് ആവശ്യമുണ്ടെങ്കിൽ ആ വിഷയം പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൻ്റെ നിങ്ങൾക്ക് ഭവനമില്ലാത്തൊരവസ്ഥയുണ്ടോ? നിങ്ങൾ കടവാരത്തിനകത്ത് നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വഴിത്തിരിവിൻ്റെ ആവശ്യമുണ്ടോ? ഒരു പുതുവഴി നിങ്ങളുടെ ആവശ്യമുണ്ടോ? ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു, അത്ഭുതം നടക്കാൻ പോവുക. കാരണം എന്നറിയോ? യേശുവിൻ്റെ നാമത്തിനൊരു മഹത്വമുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഉയർത്തപ്പെടുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് ആത്മാവിൻ്റെ അത്ഭുതം നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ യേശുവിൻ്റെ നാമം ആര് ഉയർത്തപ്പെടുന്നുണ്ടോ എല്ലാ കണ്ണുകളും അടച്ചെന്ന് പ്രാർത്ഥിച്ച്, ഫാദറെ താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഉയർത്തപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ മഹത്വം കൊടുത്ത കർത്താവേ, ഈ ചില വിഷയങ്ങളിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റത്തില്ല, എനിക്ക് കടഭാരത്താൽ ഭാരപ്പെടുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ വിഷയം എൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. യേശുവിന് മഹത്വം കൊടുത്തുകൊണ്ടെന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ കർത്താവെ ഭാരപ്പെടുന്ന സകല വിഷയത്തിൻ്റെ മുകളിൽ, രോഗത്തിൻ്റെ മേൽ, തലമുറയുടെ മേൽ ആമി ചില കെട്ടുകളുണ്ടെങ്കിൽ ഇന്ന് പകലിൽ, ആമി അന്യാരാധനയുടെ ബന്ധനങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകലിൽ യേശുവിൻ്റെ നാമത്തിൽ സകല കെട്ടുകളും അഴിയപ്പെടട്ടെ. ആമി സകല കെട്ടുകൾ ഭവനത്തിന്മേൽ വ്യാപരിക്കുന്ന, ഭവനത്തിനെതിരായി നിൽക്കുന്ന ചില ശക്തികളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് കീഴടങ്ങപ്പെടട്ടെ. ആമി സകല മഹത്വവും ഞങ്ങൾ കർത്താവിന് കൊടുക്കുക. സകല നാമത്തിന് മേൽമേലായ നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമാ. ഞങ്ങൾ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം, ഞങ്ങൾ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്താം. ആമി അത് പട്ടണങ്ങളിൽ ഉയർത്താം, ഈ പുതുപ്പള്ളി ദേശത്ത് ഉയർത്താം, ഗ്രാമങ്ങളിൽ ഉയർത്താം. ആമി എല്ലാ മേഖലകളിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളോട് കൃപ ചെയ്യുന്നതിനാൽ സ്തോത്രം. കർത്താവേ, അങ്ങ് പിതാവ് യേശുവിനെ മഹത്വപ്പെടുത്തിയ പോലെ ഞങ്ങളെ കർത്താവേ മഹത്വപ്പെടുത്തണമേ എന്ന് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ അത്ഭുതം നടന്നതിനാൽ സ്തോത്രം. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.